മാവാം ദൈവമേ വരണേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഫെബ്രുവരി 3-ാം തീയതി ഇന്നത്തെ വിശുദ്ധ ബലി മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 43 വരെയുള്ള വാക്യങ്ങളാണ്. 2 സംഭവങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ഒന്ന്, ജായിറോസ് എന്ന രക്തസ്രാവക്കാരി സ്ത്രീ. അവസാനത്തെ രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് ഒരു ശതാധിപനെ, സിനഗോഗ് അധികാരിയായ ഒരു മനുഷ്യന്റെ മകളെയും ഈശോ സുഖപ്പെടുത്തുന്നതാണ്. ജായിറോസ് 12 വർഷമായിട്ട് അവൾക്ക് രക്തസ്രാവമാണ്. ഉണ്ടായിരുന്നതെല്ലാം അവൾ ചിലവഴിച്ചു. എന്നിട്ടും യാതൊരുവിധ മാറ്റങ്ങളും അവളുടെ ജീവിതത്തിലില്ല. ലേവിയുടെ പുസ്തകം 15-ാം അധ്യായം 21 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ രക്തസ്രാവമുള്ള സമയങ്ങളിലെല്ലാം അവർ അശുദ്ധരായിരിക്കുമെന്നാണ് വചനം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 12 വർഷമായിട്ട് ഈ സ്ത്രീ ഇത് അനുഭവിക്കുകയാണ്. ഇവൾ തൊടുന്നതെല്ലാം അശുദ്ധമായിട്ട് മാറും. ഇവൾക്കൊന്നും തൊടാനായിട്ട് പറ്റില്ല, സമൂഹത്തിലേക്ക് കടന്നു വരാനായിട്ട് പറ്റില്ല. ഇവൾക്ക് ഒരു കുടുംബ ജീവിതം പോലുമില്ല. ലേവിയുടെ പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്. 20-ാം അധ്യായം 18-ാം വാക്യം അനുസരിച്ച് അശുദ്ധതയിൽ കഴിയുന്ന ഒരു സ്ത്രീക്ക് ദാമ്പത്യ ബന്ധം പോലും ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. കൂടാതെ ആരാധനയിൽ നിന്നുപോലും അവൾ മാറ്റി നിർത്തപ്പെട്ടിരുന്നു. ലേവിയുടെ പുസ്തകം 15-ാം അധ്യായം 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ അശുദ്ധമായവ ആചാരപരമായ അനുഷ്ഠാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിരുന്നു. അത്രയേറെ ഒറ്റപ്പെട്ട് അനുഭവിച്ചിരുന്ന ഒരു സ്ത്രീ, അശുദ്ധതയുടെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട ഒരു സ്ത്രീ, അവൾ ഈശോയെ കുറിച്ച് കേട്ടു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. സുവിശേഷം എഴുതി വെച്ചിരിക്കുന്നു, അവൾ ഈശോയെ കുറിച്ച് കേട്ടു. അവൾ ഈശോയെ കുറിച്ച് കേൾക്കണമെങ്കിൽ ഈശോയെ കുറിച്ച് ആരെങ്കിലും അവളോട് പറയണ്ടേ? ആരെങ്കിലും പറയാതെ എങ്ങനെ ഈശോയെ കുറിച്ച് കേൾക്കും? പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ നമ്മൾ പറഞ്ഞു വെക്കുന്നില്ലേ, സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതമെന്നാണ് പറയുന്നത്. ഈശോയെ കുറിച്ച് ഞാൻ പറയുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതമെന്ന. ഇന്നും നമ്മുടെയൊക്കെ സമൂഹത്തിൽ ഒത്തിരിയേറെ മനുഷ്യർ വേദന അനുഭവിക്കുന്നുണ്ട്, ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട്. ദൈവത്തിന്റെയൊക്കെ ഒരു ആശ്വാസ വചനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവരോട് ഞാൻ പറയാതെ, സുഹൃത്തെ നീ പറയാതെ എങ്ങനെ അവർ യേശുവിനെ കുറിച്ച് കേൾക്കും? ഈ രക്തസ്രാവക്കാരി സ്ത്രീയോട് ആരോ ഈശോയെ കുറിച്ച് പറഞ്ഞു. അവൾ അവിടെ വരുന്നു, ഈശോയുടെ വസ്ത്രത്തിൽ സ്പർശിക്കുന്നു. ഈശോ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ആരാണ് എന്നെ തൊട്ടത്? ഇതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മൾ ഈ ഈശോയെ സ്പർശിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഓരോ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോ നമ്മുടെ കയ്യിലേക്ക് എഴുന്നള്ളി വന്ന് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാകുന്നുണ്ട്. ഈ സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിൽ സ്പർശിക്കുമ്പോ ഈശോ തിരിഞ്ഞു ചോദിക്കുന്നു, ആരാണ് എന്നെ സ്പർശിച്ചത് എന്ന്. ഒരാൾ എന്നെ തൊട്ടു. ഒത്തിരി പേർ അവിടെ ഉണ്ട്, പക്ഷെ ഒരാൾ എന്നെ തൊട്ടു എന്ന് ഈശോ ചോദിക്കുന്നുണ്ട്. എന്തിനാണ് ഈശോ ഈ സ്ത്രീയെ ഇങ്ങനെ അന്വേഷിക്കുന്നത്? ഒരാൾക്ക് ശാരീരികമായ സൗഖ്യം കിട്ടിയാൽ മാത്രം പോരാ. ഈ അനുഗ്രഹം തന്നവനുമായിട്ട് ഒരു ബന്ധം അവർക്കുണ്ടാകണം. ഓരോ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുമ്പോഴും അനുഗ്രഹം തന്നവനായിട്ട് ഒരു ബന്ധമുണ്ടാകണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. ഈശോ ഈ രക്തസ്രാവക്കാരി സ്ത്രീ സൗഖ്യം പ്രാപിച്ചു കഴിയുമ്പോൾ പിന്നെ അവളെ വിളിക്കുന്നത് മകളെ എന്നാണ്. അനുഗ്രഹം ലഭിച്ചവനുമായിട്ട് ഒരു ബന്ധമുണ്ടാകാൻ വേണ്ടി ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകുവാനുള്ള ഭാഗ്യം അവിടുന്ന് നൽകി എന്ന്. യേശുവിനെ സ്പർശിച്ചവളെ
ദൈവത്തിന്റെ മകളായിട്ടാണ് അവൾ അന്ന് അവിടം വിട്ട് പോകുന്നത്. ആ സിനഗോഗ് അധികാരിയുടെ മകളെയും ഈശോ സുഖപ്പെടുത്തുന്നുണ്ട് ആ മനുഷ്യന്റെ വിശ്വാസത്തെ പ്രതി. ഇന്നേ ദിവസം സ്വർഗം നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എത്രത്തോളമുണ്ട് നിന്റെ വിശ്വാസം? നീ അനുഭവിക്കുന്ന ഈശോയെ ആരോടെങ്കിലും നീ പറയുന്നുണ്ടോ? നമ്മൾ ഈശോയെ, ഈ അനുഗ്രഹം നൽകിയ ഈശോയെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ ഈ ആത്മബന്ധം എനിക്കുണ്ടാകുന്നുണ്ടോ? നമുക്ക് ആത്മപരിശോധന നടത്താം. ഇന്ന് ദിനത്തിന്റെ സ്വർഗം നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിക്കാൻ എനിക്കും നമ്മുടെ കുടുംബങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ആമേൻ.